ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഈദിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഞാൻ കോളേജ് കഴിഞ്ഞ് ഞാൻ നൽപൂരത്തിന് ശേഷമാണ് ഇവരെ വെയിറ്റ് ആക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടും കൂടിയാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ചന്തക്കുന്നുള്ള ഷോപ്പിലേക്കാണ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകണത് കേട്ടോ. നമ്മൾ എല്ലാ പ്രാവശ്യം ഇവിടെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കൽ. കാരണം ഇവിടെ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വന്നിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ അവിടെ വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിട്ടോ. ബാക്കി ചെയ്തൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് പറ്റിയ കുറച്ച് ഡ്രസ്സൊക്കെ കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ട്രയൽ റൂമിലേക്ക് പോകാം കേട്ടോ. ഇനി അവിടെ ഇട്ട് നോക്കിയാലേ ബാക്കി തീരുമാനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഈ ഒരു സെറ്റും സാധനങ്ങളൊക്കെ ഇട്ട് നോക്കിട്ടോ. പക്ഷെ എല്ലാം വലിയ മെനയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തൃപ്തി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. കാരണം കളക്ഷനും കാര്യങ്ങളൊക്കെ കുറവേനും പിന്നെ ഓരോ തന്നെയാണ് കേട്ടോ ഈ ഒരു ആക്സസറീസിൻ്റെ ഇതും കൂടെ വരുന്നത്. താഴെ ഓരോ ഷോപ്പിൻ്റെ താഴെയാണ് നല്ല ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കൊക്കെ നല്ല ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മെഹന്തിൻ്റെ ഈ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ ഒരു ചെയിന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നത്. കസിനൊരു ചെയിന് വാങ്ങി അങ്ങനത്തെ. പിന്നെ അങ്ങനത്തെ മെഹന്തി ഇടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി കളക്ഷൻസൊക്കെ ഉള്ളതുണ്ടോ എന്നൊക്കെ. അതിന് ഡ്രസ്സിലതൊന്നും ഇല്ലാത്ത കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ജസ്റ്റ് ഒരു മാല വാങ്ങിയിട്ട് അടുത്ത് നമ്മൾ AK-47 പോകണം കേട്ടോ. നമുക്ക് ഡ്രസ്സ് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ഷോപ്പ് സന്ദർശിച്ചു. അവിടുന്ന് ഇതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ ഇവിടെ പിന്നെ കുഴപ്പമില്ലാത്ത കൊറിയൻ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ഈ ഒരു 2 ഡ്രസ്സ് രണ്ടാളും എടുത്തു. ഞാൻ വേറൊരു മാക്സി ടൈപ്പുള്ളൊരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ എടുത്തത്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് സാധനം കിട്ടാതെ പോണത്. അതിന് ശേഷം നമ്മൾ ഇടവെണ്ണത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫാൻസി പോകുന്നത് കേട്ടോ, മണവാട്ടി. അതിന് നമ്മൾ കുറച്ച് ക്രാബും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഹെയർ കളർ ചെയ്യുന്ന സാധനം വെറുതെ നോക്കിട്ടോ. ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ മേടിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഈ മൂന്നൊക്കെ മാക്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതും ഇടവെണ്ണം തന്നെയാണ് കേട്ടോ പർച്ചേസ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 മാക്സ് ഒരേപോലത്തെ എടുത്തു കേട്ടോ. മിന്നുവിനും അവൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരേപോലത്തെ തീമിൽ തന്നെ 2 എടുത്തു. അതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയിട്ട് അസറൊക്കെ നിസ്കരിക്കാറ് കേട്ടോ. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഓരോ പരിപാടി ശരിയാക്കണം. അപ്പോൾ നമ്മളിന്ന് സമൂസ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി ഹെൽപ്പാക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളതൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങളാട്ടോ അടിക്കല്. അങ്ങനെ നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു. പിന്നെ എമിന്ന് ഞാൻ അംഗനവാടി വിട്ട് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര ചീച്ചിലാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ പറഞ്ഞ് കരയണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫൈനലി ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാങ്ക് കൊടുക്കാനുള്ള ടൈമായിട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ തുറക്കാനുള്ള സാമഗ്രികൾ അതൊക്കെ ആയിരുന്നു കേട്ടോ. ചെറുതായിട്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ നോമ്പ് തുറന്നുള്ള ഒരു രീതിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ തറവാട്ടിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സും എണ്ണക്കടിയും അത്യാവശ്യത്തിലേറെ ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പെല്ലാം തുറന്നതിന് ശേഷം പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ബിരിയാണി കുറച്ച് കഴിച്ചു കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇതിന് വേണ്ടി ഡ്രസ്സ് എടുത്ത വ്ളോഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ. സ്റ്റുഡിയോ ആയിട്ട് പിന്നെ വരാം.